മലയാളം സർവകലാശാലയുടെ ഭൂമി വിവാദത്തിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ വാദം പൊളിയുന്നു. തിരൂരിലെ ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി നൽകിയത് UDF സർക്കാരിന്റെ കാലത്ത് തന്നെയാണെന്ന് തെളിയിക്കുന്ന ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ചതുപ്പായി കിടക്കുന്ന സ്ഥലം തരം മാറ്റുന്നതിന് വേണ്ടി കൃഷിവകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയ രേഖയും റിപ്പോർട്ടർ പുറത്തുവിട്ടു. KT ജലീലുമായുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം പി കെ ഫിറോസ് നടത്തിയ വെല്ലുവിളി ഇങ്ങനെയായിരുന്നു. UDF സർക്കാർ 17 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിന്റെ എന്തെങ്കിലും രേഖ നിങ്ങൾ കാണിക്കും. അതിൽ വെട്ടം പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി UDF സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ഞാൻ രഞ്ജിത്തിനോട് മാത്രമല്ല ഇത് കേൾക്കുന്ന KT ജലീലിനോട് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധികളോട് ചോദിക്കാം. പി കെ ഫിറോസ് ആവശ്യപ്പെട്ട രേഖയാണിത്. മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി തിരൂരിലെ ഭൂമി ഏറ്റെടുക്കാൻ UDF സർക്കാർ ഭരണാനുമതി നൽകിയ രേഖ. 2015 ജൂലൈ 9-നാണ് തിരൂരിലെ ചതുപ്പായി കിടക്കുന്ന സ്ഥലം തരം മാറ്റുന്നതിനു വേണ്ടി കൃഷിവകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയത്. തിരൂർ വെട്ടം വില്ലേജിലെ 17 ഏക്കർ 21 സെന്റ് സ്ഥലം മലയാളം സർവകലാശാല ആസ്ഥാനം നിർമ്മിക്കുന്നതിനായി പരിവർത്തനപ്പെടുത്തുന്നതിന് വൈസ് ചാൻസലർ സമർപ്പിച്ച അപേക്ഷയിലെ ആവശ്യം പൊതു ആവശ്യമായതിനാൽ സ്ഥലത്തെ തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും കണ്ടൽക്കാടുകളും നിലനിർത്തിക്കൊണ്ട് നീരൊഴുക്കിനെ ബാധിക്കാത്ത തരത്തിൽ പരിവർത്തനം നടത്തണമെന്ന വ്യവസ്ഥയോടെ നികത്തുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നാണ് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സുബ്രതോ ബിശ്വാസ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. 2015 സെപ്റ്റംബറിൽ രജിസ്ട്രാർക്ക് ഭൂമി വാങ്ങാൻ UDF സർക്കാർ അനുമതി കൊടുത്തതിന്റെ ഉത്തരവും റിപ്പോർട്ടറിന് ലഭിച്ചു. 25 കോടിക്കുള്ള ഭരണാനുമതി UDFന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയതായാണ് ഉത്തരവ് തെളിയിക്കുന്നത്. 2016 ഫെബ്രുവരി 22-നാണ് മലപ്പുറം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള വില നിർണ്ണയ സമിതി 1,70,000 രൂപ വില നിശ്ചയിച്ച് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത്. എല്ലാം ചെയ്തത് LDF സർക്കാരിന്റെ കാലത്താണെന്നും തെളിവുകൾ പുറത്തുവിടുമെന്നായിരുന്നു ഫിറോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇന്ന് വൈകിട്ട് പി കെ ഫിറോസ് വീണ്ടും മാധ്യമങ്ങളെ കാണും. റിപ്പോർട്ടർ, തിരൂർ.